ഇപ്പോഴത്തെ ഒരു കറണ്ട് കോൺവെർസേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത്, ദർ ഇസ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ അബൌട്ട് ഡ്രഗ് അബ്യൂസ് ഇൻ ദ ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കുറേ യങ് ആക്ടേഴ്സ് ഹു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് അതിൽ അബ്യൂസ് നടക്കുന്നതെന്നൊക്കെ അലിഗേഷൻസ് ഉണ്ട്. വിനീത് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് കാണുന്നത്? ഇതിനെ പറ്റിയിട്ട് ഒരുപാട് മിത്തുണ്ട് തന്നെയാണ്. അതായത് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി വരുന്ന ഒരു തേങ്ങയും വരില്ല. അത് സത്യമാണ്. അത് ആൾക്കാർ മനസ്സിലാക്കണം. പിന്നെ ആകെക്കൂടെ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. അത് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവ് എന്ന് പറയുന്നത് അത്രയും ഹാംഫുൾ അല്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് പ്രോബ്ലം ആവുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് വിത്ത് ദിസ്. ഇതൊരു ഗേറ്റ് വേ ഡ്രഗാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇതിൽ നിൽക്കില്ല. ഇത് ബാക്കി സിന്തറ്റിക്കിലേക്ക് പോകും, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. ഒരു കിക്ക് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതിലാണെങ്കിലും, ഇപ്പോൾ സിനിമയിലെ സക്സസ് എന്ന് പറയുന്ന ഒരു കിക്കാണ്. ഒരു തവണ കിട്ടിയാൽ നമുക്കത് വീണ്ടും കിട്ടണം. പക്ഷേ അത് അത്രയും ഹാംഫുൾ അല്ല. ആൽക്കഹോള് ഇത് കിക്ക് തരുന്ന സാധനമാണ്. ഭക്തി കിക്ക് തരുന്ന സാധനമാണ്. അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കും. ഇത് ഓരോ സൈഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺസ് യു ഗെറ്റ് ദറ്റ്, ആ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാകുമ്പോൾ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നമ്മുടെ ലൈഫിൻ്റെ ഒരു നല്ല സമയം അങ്ങ് പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കിപ്പോൾ ഐ എം 38 now. 38 കൊല്ലം എങ്ങനെ പോയിന്ന് എനിക്കിപ്പോൾ പിടുത്തമില്ല. ഹാഫ് മൈ ലൈഫ് ഇസ് ഓവർ. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഏജിൻ്റെ ആൾക്കാരുടെ ഒരു ലൈഫ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ പകുതി ജീവിതം നമ്മൾ ജീവിച്ച് തീർത്തു. ഇനി ബാക്കി പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇത്രേ സമയം ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർക്ക്. അപ്പോൾ ആ 20 to 30 എന്ന് പറയുന്ന ഏജിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. സക്സസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റണം. നല്ല പേഴ്സണൽ ലൈഫാണെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റണം. ഈ സാധനത്തിന് സ്ലോ ഡൗൺ ചെയ്യും. അതാണ്. അത് ആർക്കും ഗുണം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇന്ന ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ചില കാര്യങ്ങൾ പടപടയെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ തന്നെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ആവും, മൈൻഡ് ഫ്രെയിം മാറും, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാണ്ടാവും. ആങ്സൈറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ചുറ്റും കൂട്ടുകാരില്ലെങ്കിൽ വറീഡാവുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല പല പ്രശ്നത്തിലേക്ക് പോകും. സാറിന് 35 കഴിയുമ്പോഴേക്കും ബേൺ ഔട്ടായി കഴിയും. അങ്ങനെ പോകാൻ പാടില്ല. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന ഇൻഡസ്ട്രിക്ക് അകത്ത് മാത്രമല്ല, പുറത്തും. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ്, യു ഹാവ് ടു ബി സ്മാർട്ട്. ഈ ഇൻഡസ്ട്രിക്കകത്ത് പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ആൾക്കാരെ ഇതിലേക്ക് നയിക്കുന്നത്? അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മൂക്ക പറഞ്ഞല്ലോ, ഇത് ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ലല്ലോ, എല്ലാ സ്ഥലത്തും ഇതുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇത് കൺസ്യൂം ചെയ്യാം. എത്ര പിടിച്ചാലും ഇത് ഇവിടെ ലീഗൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. മനുഷ്യൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് പല സ്ഥലത്തും. കാശ് കിട്ടുന്ന ആൾക്കാർ എന്തും ചെയ്യും. അപ്പോൾ ഈ സാധനം വീണ്ടും വരും. അപ്പോൾ ആൾക്കാർ തീരുമാനിക്കണം ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അല്ലാണ്ട് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും ഇത് നിർത്താൻ പോകുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ലോ എൻഫോഴ്സ്മെൻറ്റ് മെഷീനറിയും ഇത്രകൂടെ സ്ട്രെങ്ത് ഉണ്ടാവും. അവരെത്ര പിടിച്ചാലും ഇത് വരും തന്നെ. കാരണം പട്ടിണിയുണ്ട് ആൾക്കാർക്ക്. പെട്ടെന്ന് കാശ് കിട്ടുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ആ വഴിക്ക് പോവും. നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷനും അതല്ലേ. അപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷനൊന്നുമില്ല. ഇതിന് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാണ്ടിരിക്കും.